ഇന്ന് എനിക്ക് 2 കേക്കിൻ്റെ വർക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു വെഡ്ഡിങ് കേക്കാണ്. ഇവൻറ്റിൻ്റെ ഓർഡറായിരുന്നേ. 3 kgയിൽ 2 ടയറായിട്ട് റെഡ് വെൽവെറ്റ് ഫ്ലേവറിലായിരുന്നു ഈ കേക്ക് ചെയ്തത്. കണ്ണനാണ് എനിക്ക് ഓർഡർ തന്നിരുന്നത്. കണ്ണൻ എൻ്റെ അടുത്ത് റെഫറൻസ് പിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കുറച്ച് പിക്സ് അയച്ചു കൊടുത്തതിൽ സെലക്ട് ചെയ്തതാണ് ഈ മോഡൽ. റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്ന പോലത്തെ തന്നെ ഫ്രഷ് റോസ് ഫ്ലവേഴ്സും ജിപ്സം ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. കൂടാതെ അതിനകത്തൊരു ഗോൾഡൻ ലേസിൻ്റെ വർക്ക് കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ലേസ് കഴിഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റിനകത്ത് ഇവാബ്രെക്സ് മിക്സ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്തത്. കൂടാതെ ഒരു അക്രിലിക് കപ്പിൾ ടോപ്പർ കൂടി മുകളിൽ വെച്ച് കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്തു. രണ്ടാമത്തേത് ഒരു ആനിവേഴ്സറി തീം കേക്കായിരുന്നേ. ഇത് ആർഷയാണ് എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തത്. ഇത് 1 kg വാനില ഫ്ലേവറിലായിരുന്നു ചെയ്തെടുത്തത്. ആർഷയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും 67ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ആർഷ എനിക്ക് റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഇതുപോലൊന്ന് ചെയ്യാൻ പറ്റുമോ? പിക്ക് കണ്ട് ഞാനൊന്ന് ഞെട്ടി കേട്ടോ. കേക്കിനകത്തൊരു അപ്പൂപ്പനും അമ്മൂമ്മ ഇരിക്കുന്നു. ആനിമൽസിൻ്റെയും ടെഡി ബിയറിൻ്റെയൊക്കെ ഫോണ്ടൻ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഫേസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്നു. ഞാൻ ആർഷയോട് അപ്പോഴേ പറഞ്ഞു, മോളെ ഇത്രയും പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റില്ല, ഞാൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഓർഡർ എടുത്തേ. തലേന്ന് രാത്രി തന്നെ ഞാൻ ഈ ഫോണ്ടൻ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കുറേ സമയം എടുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ആ ഫേസ് ഒപ്പിച്ച് വെച്ചത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ആർഷയ്ക്ക് ഇതിൻ്റെ പിക്ക് അയച്ചു കൊടുത്ത്. ചേച്ചി ഇത് മതി, ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. എങ്ങനെയുണ്ട് ഈ വർക്ക്?